ഇന്നലെ നമ്മൾ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ചു. ഫ്രാൻസിലെ ലൂർദിൽ 1858 മാതാവ് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. തുടർന്ന് അവിടേക്ക് ഭക്തജനപ്രവാഹമായി. അവിടെ നടക്കുന്ന അത്ഭുതങ്ങളുടെ വാർത്ത പൊതുജന ശ്രദ്ധയാകർഷിച്ചു. ഈ വാർത്ത വായിക്കാനിടയായ നിരീശ്വരവാദിയായ അലക്സിസ് കാരൽ എന്ന ഫ്രഞ്ച് മെഡിക്കൽ ഡോക്ടർ ഉറക്കെ ആത്മഗതം ചെയ്തു. ലൂർദിൽ നടക്കുന്നുവെന്ന് പറയപ്പെടുന്ന അത്ഭുത രോഗശാന്തികൾ വാസ്തവമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും ലൂർദിൽ ചെന്ന് സംഗതികൾ നേരിട്ട് നിരീക്ഷിച്ച് കാര്യങ്ങൾ ഞാൻ തീർച്ചപ്പെടുത്തും. അദ്ദേഹം അതിനായി പാരീസിൽ നിന്ന് ലൂർദിലേക്ക് ട്രെയിൻ കയറി. ട്രെയിൻ നിറയെ രോഗികളായിരുന്നു. ലൂർദ് മാതാവിൻ്റെ ഗ്രോട്ടോയിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നവരായിരുന്നു അവരെല്ലാം. അവരിൽ പലരും മരണത്തിൻ്റെ വക്കുവരെ എത്തിയവർ. അലക്സിസ് ആ രോഗികളെ നിരീക്ഷിച്ചു. എന്നാൽ അവരെല്ലാം വലിയ സന്തോഷത്തിലായിരുന്നു. മാതാവ് തങ്ങളെ സുഖപ്പെടുത്തുമെന്ന് അവർ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ടിരുന്നു. ലൂർദിൽ മാതാവിൻ്റെ ഗ്രോട്ടോയുടെ മുൻപിൽ മരണപ്രായരായി കിടന്ന ധാരാളം രോഗികളെ അദ്ദേഹം കണ്ടു. പ്രാർത്ഥനയ്ക്ക് ശേഷം അത്ഭുതകരമായി അവരിൽ പലരും ക്യാൻസർ രോഗികൾ വരെ രോഗവിമുക്തരായി തീരുന്നത് കണ്ട് ഡോക്ടർ അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അവിശ്വാസം മാറി എന്നു മാത്രമല്ല, ലൂർദിൽ സംഭവിക്കുന്ന അത്ഭുത രോഗസൗഖ്യങ്ങളുടെ ചുവട് പിടിച്ച് അദ്ദേഹം ഗവേഷണങ്ങൾ നടത്തി. 1925 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം പോലും കരസ്ഥമാക്കുകയും ചെയ്തു. നമുക്കും ലൂർദ് മാതാവിനോട് മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം. അമ്മേ, ലൂർദിലെ മാതാവേ, രോഗികളായി വേദനിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണമേ. ഈശോയിൽ നിന്ന് അവർക്കമ്മ സൗഖ്യം വാങ്ങി നൽകണമേ.